ഒരു അമ്മായിമ്മ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത് എന്നുള്ളതും നമുക്ക് ആദ്യം പറയാം. അതിൽ ഒന്നാമത്തെ കാര്യം അവസ്ഥകൾ കണ്ടറിയുക എന്നുള്ളതാണ്. കാരണം ഒരു മരുമകൾ എന്ന് പറയുമ്പോൾ അവളുടെ ഒരു മാനസികാവസ്ഥ എന്താണ് എന്ന് ഏറ്റവും നന്നായി അറിയുക ആരായിരിക്കും? ആ മരുമകൾ എന്നുള്ള പോസ്റ്റ് ആദ്യമായി കൊണ്ട് ജീവിതത്തിൽ അനുഭവിച്ച ആളാണ് നിങ്ങൾ. അതുകൊണ്ട് അവർക്കറിയാം എന്തൊക്കെ പ്രയാസങ്ങളുണ്ട്. ഒരു അന്യ വീട്ടിലേക്ക് ആദ്യമായി കൊണ്ട് കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ആശങ്കകൾ എന്താണെന്നുള്ളതും, അതേപോലെ തന്നെ അവിടെയുള്ള അവരുടെ ഒരു പ്രയാസങ്ങൾ എന്താകും എന്നുള്ളതും, അവരുടെ ആഗ്രഹങ്ങൾ എന്താകും എന്നതൊക്കെ കൃത്യമായി കൊണ്ട് അറിയാവുന്ന ആളാണ് യഥാർത്ഥത്തിൽ അമ്മായിമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ കൂടെ ജീവിക്കുന്ന മരുമകളുടെ ഒരു സാഹചര്യമൊക്കെ മനസ്സിലാക്കി അവളുടെ ആഗ്രഹങ്ങൾ എന്തെന്ന് ഉൾക്കൊള്ളാനും അത് നിർവഹിച്ചു കൊടുക്കാനും നമുക്ക് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത എന്ന് പറയുന്നത്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞില്ല, ആരാണ് പരിപൂർണമായ ഒരു വിശ്വാസി എന്ന എപ്പോഴാണ് ഒരാളെ കുറിച്ച് പറയാം? നമ്മളിപ്പോ വിശ്വാസിയാണ് നമ്മളൊക്കെ എല്ലാവരും പറയും അല്ലെ, യാ അയ്യുഹല്ലദീന ആമനൂ നമ്മളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അതിന് പരിപൂർണമായ വിശ്വാസിയാകുന്നത് എപ്പോഴാണ്? അല്ലാഹു റസൂൽ പറഞ്ഞ യുഅ്മിനു അഹദുകും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി എന്നാണ്. സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യം അത് മറ്റുള്ളവർക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കാൻ എപ്പോൾ ഒരു മനുഷ്യർക്ക് കഴിയുന്നുവോ അന്നാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള വിശ്വാസം പരിപൂർണമാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ, നമ്മൾ നമുക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ആഗ്രഹിച്ചിരുന്നോ മുൻപ്, അതേ ആഗ്രഹം തന്നെയാണ് ഇപ്പോൾ ആ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്ന എന്റെ മരുമകൾക്കുമുള്ളത് എന്ന് മനസ്സിലാക്കി അത് നിർവഹിച്ചു കൊടുക്കാൻ കഴിയണമെന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയൊരു പരിഹാരം എന്താണെന്നറിയോ? മരുമകൾ എന്നുള്ള സ്ഥാനം മാറ്റിയിട്ട് മകളെപ്പോലെ കാണാൻ വേണ്ടി ശ്രമിച്ചാൽ മതി എന്നതാണ്. അത് അങ്ങനെ പറയാനുള്ള കാരണം, ഒരു മകളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ, അവളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് വന്നാൽ എങ്ങനെയാണ് ഒരു ഉമ്മ കൈകാര്യം ചെയ്യുക? ഒരു തെറ്റു വലിയ കനമുള്ള തെറ്റെന്ന് ഉണ്ടായെന്ന് കരുതുക, ഇരു ചെവിയും അറിയാതാക്കാരൻ ഡീലിയില്ലേ? ആലോചിച്ച് നിങ്ങൾ ആരെങ്കിലും ആയിക്കൊണ്ട് സംസാരിക്കോ? അയൽപക്കക്കാരായിട്ട് സംസാരിക്കോ? വരുന്ന ബന്ധുക്കളും ഒക്കെ ആയിക്കൊണ്ട് തന്റെ മകളിൽ വന്നു പോയൊരു വീഴ്ച ഏതെങ്കിലും ഉമ്മ പങ്കുവെക്കോ? എന്നാൽ അതല്ല പലപ്പോഴും അതേ ഉമ്മാന്റെ ഭാഗത്തുനിന്ന് മരുമകളുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഉണ്ടാകുന്നത്. അതിങ്ങനെ പറയാണ്, പരമാവധി ആളുകളുമായിക്കൊണ്ട് ചർച്ച ചെയ്യാണ്. ഇതിങ്ങനെ ആകുമ്പോൾ പ്രിയമുള്ളവർ എന്തൊരു അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്ന ആലോചിക്കുക. പറയേണ്ടത് അവളോടാണ്. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ മാന്യമായി കൊണ്ട് ചൂണ്ടിക്കാണിക്കണം. നല്ല നസീഹത്തോടുകൂടെ ഗുണകാംക്ഷയോടുകൂടെ ആ കാര്യങ്ങൾ പറയാൻ ഒരു അമ്മായിമ്മക്ക് കഴിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. സ്വന്തം മകളുടെ ഭാഗത്ത് ഒരു നന്മ ഉണ്ടായാലോ എന്താ പറയാ, അത് പുകഴ്ത്താൻ കഴിയും. അത് നാലുകളുടെ പങ്കുവെക്കാൻ ഒരു ഉമ്മ മടിക്കൂല. പക്ഷെ മരുമകളുടെ വിഷയത്തിൽ എത്ര വലിയ നന്മ ഉണ്ടായി കഴിഞ്ഞാലും പലപ്പോഴും എല്ലാ ആളുകളും എന്നതല്ല, അടച്ചാക്ഷേപിച്ച് പറയുകയല്ല, പലപ്പോഴും കല്ലുകടികൾ നമ്മൾ കേൾക്കുന്ന കുടുംബങ്ങളിൽ സംഭവിക്കുന്ന ഇതൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ ആ രംഗത്ത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, തിന്മകളുണ്ടോ, എന്തെങ്കിലും ഒരു കുറവുകൾ ഉണ്ടെങ്കിൽ അത് ഊതി വെറുപ്പിക്കാതെ, എന്തെങ്കിലും നന്മകൾ ഉണ്ടെങ്കിൽ അത് പരസ്പരം ഷെയർ ചെയ്യാനും ഒക്കെ കഴിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. എന്തൊരു ക്ഷീണം ഉണ്ടാവുമ്പോ അല്ലെ, ഇപ്പൊ സ്വന്തം മകൾക്കൊരു ക്ഷീണം ഉണ്ടാകുമ്പോ നീ ഇനിയും പോയി പണിയെടുക്കുന്ന ഏതെങ്കിലും ഉമ്മ പറയോ? അല്ല, ഇത് നീ റെസ്റ്റ് ചെയ്തോന്നാ പറയാ. എന്തേ അതേ സ്വരം പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ കേൾക്കാത്തത്? അത് ഇതാണ് പ്രശ്നം. അതുകൊണ്ട് ഇസ്ലാം ഒന്നാമതായി കൊണ്ട് പറയുന്ന കാര്യം എന്താണെന്നറിയോ? സ്വന്തം മകളെപ്പോലെ കരുതണം എന്നുള്ളതാണ് സൂചിപ്പിക്കുകയാണ്. കാരണം എന്താ പ്രിയമുള്ളവരെ, എന്തിനാ അങ്ങനെ പറയണത്? സ്വന്തം മകളെക്കാൾ ജീവിതത്തിൽ ഉപകാരം കിട്ടുകാരിൽ നിന്നായിരിക്കും. ഒരു അമ്മായിമ്മയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മകളെക്കാൾ ഉപകാരം ആരിൽ നിന്നാണ് കിട്ടുക? ദൂരദേശത്തേക്ക് കെട്ടിച്ചയച്ച കുട്ടി മകൾ ആകില്ല ഒരു പക്ഷേ, അവസാനം സക്രാത്തിന്റെ ആല് കിടക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം തരാനുണ്ടാകുക അല്ലെ. അതുകൊണ്ട് എന്റെ മരണം ഇവരുടെ കൂടെയായിരിക്കും ഉണ്ടാവുക എന്ന് തന്നെ മനസ്സിലാക്കി ആ ഒരു മാന്യമായ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഒന്നാമതായി കൊണ്ട് സൂചിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? അമിതമായ നിയന്ത്രണം നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മളുടെ മകന്റെ വിവാഹം കഴിഞ്ഞാൽ, ഒരു പക്ഷെ ആ വിവാഹം കഴിയുന്നത് വരെ അവന്റെ വിഷയത്തിൽ എല്ലാ കാര്യങ്ങളും നിരന്തരമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ടാവും. മകനും തന്നെ ഉമ്മയോട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും, ഓരോ കാര്യങ്ങളും. പക്ഷെ വിവാഹം കഴിയുമ്പോൾ ആ സ്ഥാനത്തേക്ക് വേറെ ആൾ വരുന്നുണ്ട്. പിന്നെ അവരെ പരിപൂർണമായിക്കൊണ്ട് സ്വതന്ത്രരാക്കാൻ ഒരു അമ്മായിമ്മക്ക് കഴിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. പക്ഷെ പല വീടുകളിൽ എന്താ നടക്കണം എന്നറിയോ? പല വീടുകളിൽ നടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ മകൾക്ക് അല്ലെങ്കിൽ മരുമകൾക്ക് എന്തെങ്കിലും സംഗതി മേടിച്ചു കൊടുക്കണമെങ്കിൽ ഉമ്മാന്റെ പെർമിഷൻ കിട്ടണം. അത് ഇവിടുത്തെ നയമാണ് സുഹൃത്തുക്കളെ അല്ലെ. ഒരു സ്വകാര്യ ആവശ്യങ്ങൾ പോലും ഉമ്മാന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് കട്ടായം വെക്കുന്ന വീടുകളുണ്ട്. അവർക്ക് സ്വതന്ത്രമായിക്കൊണ്ടൊന്ന് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പെർമിഷൻ കിട്ടണം എന്നുള്ള സംഗതി ഉണ്ട്. പെർമിഷൻ വാങ്ങണ്ട എന്നൊന്നല്ല പറഞ്ഞത്. നല്ല കുടുംബക്കാകുമ്പോൾ ചോദിക്കലും മറിച്ചിലൊക്കെ ഉണ്ടാകും. പക്ഷെ എല്ലാ വിഷയത്തിലും അവരുടെ വിഷയത്തിൽ കയറി ഇടപെടുക എന്നുള്ളത്, അവർക്കിടയിൽ കല്ലുകടിയായിക്കൂടെ നമ്മൾ ഉണ്ടാവുക എന്നുള്ളത് അത് ശരിയല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.
ചില ആളുകൾ പുറത്തു പോകുന്ന ഇഷ്ടമുണ്ടാവൂല. സ്വന്തം മകനും അവന്റെ കൂടെ സ്വന്തം ഭാര്യയുമായിക്കൊണ്ട് പുറത്തു പോകുന്നത് സമ്മതിക്കാത്തവർ. ഇനിയോ പുറത്തു വന്നാൽ തന്നെ അനിഷ്ടകരം പ്രകടിപ്പിക്കുന്നു. ചിലപ്പോൾ 2 ദിവസത്തേക്ക് മിണ്ടുന്നില്ല, ചിലപ്പോൾ മുഖം വീർപ്പിച്ചിരിക്കുന്നു, ചിലപ്പോൾ പിന്നെ വേറെ ഒന്നുമില്ല, അല്ലേ? ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥ. ഒരു അസൂയ ആരിലാണ് വെക്കുന്നത്? സ്വന്തം മകനിലാണ് ആ അസൂയ വെക്കുന്നത്. ആലോചിക്കുക, അല്ലേ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണെന്നറിയോ? അവർക്ക് നിങ്ങളെ കൊണ്ട് പരമാവധി സന്തോഷവും അവരുടെ സന്തോഷത്തിൽ നിങ്ങൾ ലയിച്ചു ചേരുകയുമാണ് വേണ്ടത്. അപ്പൊ മകൻ മരുമകളെ പുറത്തേക്ക് കൊണ്ടുപോകണമെന്നില്ല എന്നൊരു അമ്മായിമ്മക്ക് ചോദിക്കാൻ പറ്റണം. ഒരു പെണ്ണ് എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം അവളുടെ ആഗ്രഹം എന്താന്നുള്ളത്. നീ ചെയ്യുന്നത് ശരിയല്ല, നീ ഇടക്കൊക്കെ അവളൊന്ന് പുറത്ത് കൊണ്ടുപോകണം. അവർക്കുണ്ടാവില്ല ആഗ്രഹങ്ങൾ. നമ്മളൊരു വീട്ടിൽ നിന്ന് കൊണ്ടുപോയി നമ്മളൊക്കെ സംസാരിച്ച് കൊണ്ടുവന്ന് വരുത്തിയല്ലേ, നീ എന്താ ഈ കളിക്കാൻ നിൽക്കണേ എന്ന് ചോദിച്ച് മകനെ ശാസിച്ച് അവൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ഒരു യഥാർത്ഥത്തിൽ നല്ലൊരു സ്വർഗാവകാശി ഒരു അമ്മായിമ്മന്റെ സ്വഭാവത്തിന് ഉണ്ടാകേണ്ടത്. പക്ഷെ അറിഞ്ഞിട്ടും ആ മരുമകളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. അതല്ല അവർക്ക് എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും ഒരു അമ്മായിമ്മ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ ആ മകൻക്കും ആ മരുമകൾക്കും എത്ര തിരിച്ച് സ്നേഹം കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള സൂചിപ്പിക്കണം. മറ്റൊരു തെറ്റെന്താണെന്നറിയോ? പലപ്പോഴും പല അമ്മായിമാരുടെ ഭാഗത്ത് നിന്ന് വരുന്നൊരു മറ്റൊരു പ്രശ്നമാണ് ഈ താരതമ്യം ചെയ്യാന്നുള്ളത്. നമ്മളെപ്പോ ഒരാളെ താരതമ്യം ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? എല്ലാ മനുഷ്യന്മാരും വ്യത്യസ്തരല്ലേ സുഹൃത്തുക്കളെ? എല്ലാ മനുഷ്യന്മാരും വ്യത്യസ്തരാണ്. താരതമ്യം ചെയ്യുമ്പോൾ ഒരാൾക്ക് ഇഷ്ടമല്ല. സ്വന്തം മകളോട് താരതമ്യം ചെയ്യും. എന്താ, എന്റെ മകളെ കെട്ടിച്ചെടുത്ത അവിടെ എത്ര പ്രശ്നമാണ്, ഇവൾക്കൊരു പ്രശ്നമല്ല, അൽഹംദുലില്ലാഹ് എന്നല്ലേ പറയണ്ടേ? ഇവളാരാ? സ്വന്തം മകന്റെ ഭാര്യയാണ്. ഇവിടെ കൂടി പ്രശ്നം എന്ന് പറഞ്ഞാൽ മകൻ കൂടി പ്രശ്നം എന്നല്ല എന്റെ അർത്ഥം. ഇവിടേക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്കത് പിന്നെ സന്തോഷമാകും. അതിന്റെ അർത്ഥം എന്താ? സ്വന്തം മകൻക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ സന്തോഷമായി എന്നല്ലേ അർത്ഥം. സ്വന്തം മകളോട് താരതമ്യം ചെയ്യുന്നു, അയൽപക്കത്തോട് താരതമ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റു പല കുടുംബത്തിലെ വന്ന മരുമക്കളോട് താരതമ്യം ചെയ്തിട്ട് അതിനോട് ഇങ്ങനെ സംസാരിക്കുന്നു, കുത്തുവാക്കുകൾ പറയുന്നു. ആ നിലക്കുള്ള ഒരു സമീപനം പ്രിയപ്പെട്ട സഹോദരിമാരെ നരകം എരന്നു വാങ്ങലാണ് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണമെന്നുള്ള സൂചിപ്പിക്കുന്നത്. മറ്റൊന്നാണ് ഈ അനീതി ചെയ്യുക എന്നുള്ളത്. എന്താ അനീതി ചെയ്യുക? ഒരു ഉമ്മാക്ക് 4 ആൺകുട്ടികളുണ്ട്, 4 ആൺകുട്ടികൾക്കും മരുമക്കളുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും ഒരുപോലെ നിൽക്കാൻ കഴിയണം എന്നുള്ളതാണ്. അനീതി എവിടെയെങ്കിലും ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. ഇതെന്താ കാര്യങ്ങള്? സ്വത്ത് ആരെ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്ന് അവരോടൊരു ഇഷ്ടം കൂടുതൽ. സ്വത്തൊന്നും ഇല്ലാത്തൊരു പാവപ്പെട്ട കുടുംബത്തിൽ വന്നവരാണെന്നുണ്ടെങ്കിൽ അവരോട് വലിയ പരിഗണനയില്ല. ആ വീട്ടിൽ നിന്ന് ആ കുട്ടിയുടെ ഉമ്മയും വാപ്പയെ വന്നു കഴിഞ്ഞാൽ അവരെ ബഹുമാനിക്കുന്നില്ല. അത് പറ്റൂല എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും തുല്യ നീതി കാണിക്കണം എന്നാ പറഞ്ഞു. തുല്യ നീതി കാണിക്കണം, അല്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും പിന്നെ മകനോട് ഒരു വേറെ നിലപാട്, അവരുടെ കുട്ടിയോട് വേറെ നിലപാട്, ആ കുട്ടിയുടെ വീട്ടുകാരുടെ വേറെ നിലപാട്. ഇങ്ങനെ ചെയ്യുന്നവളാണ് നമ്മളെങ്കിൽ പ്രിയമുള്ള സഹോദരിമാരെ, അമ്മായിമ്മമാരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുക. മറ്റൊന്ന്, മരുമകളുടെ ത്യാഗങ്ങൾക്കും സേവനങ്ങൾക്കും നന്ദി കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. നന്ദി കാണിക്കുക എന്നുള്ളതാണ്. ചിലരൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അറിയുമ്പോൾ, എന്തെല്ലാം കാര്യം ഒരു പെണ്ണിന് ചെയ്തു തീർക്കാൻ കഴിയുന്ന അപ്പുറത്തേക്ക് സേവനങ്ങൾ ചെയ്തിട്ടും ഒരു ഹോസ്പിറ്റലാകുന്നു, ഒരു ഓപ്പറേഷന് വിധേയമാകുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. നിഴൽ കണക്ക് കൂടെ നിന്ന് എല്ലാ സ്വന്തത്തിലുള്ള പിന്നെ സുഖങ്ങളൊക്കെ മാറ്റിവെച്ച് അമ്മായിമ്മക്ക് വേണ്ട അമ്മച്ചിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടും കുറച്ചു കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും പോരായ്മകൾ വരുമ്പോഴേക്കും ഈ ചെയ്തു കൊടുത്ത എല്ലാ സേവനങ്ങളും മറന്നിട്ട് അവളോട് ഒരു വേറെ രൂപത്തിൽ സംസാരിക്കുക, പ്രയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ എത്ര വലിയ നന്ദികേടാണ്. ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട സ്വഭാവമാണോ? ലാ യശ്കുരില്ലാഹ മൻ ലാ യശ്കുരിന്നാസ്. ജനങ്ങളോട് നന്ദി കാണിക്കാത്തവർക്ക് അല്ലാഹുവിനോട് നന്ദി കാണിക്കാൻ കഴിയില്ല എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പറയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്നാണെന്നറിയോ? ഒരു അനാവശ്യമായ ഭയം നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ഒരു നിസ്സഹകരണം മരുമകളുടെ വിഷയത്തിൽ ഈ ഉമ്മക്ക് ഉണ്ടാകാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു പേടിയാണ്. അടിസ്ഥാനപരമായ കാര്യം ഒരു പേടിയാണ്. ഏതാ പേടി? എന്റെ മകൻ എനിക്ക് നഷ്ടാകുമെന്ന്. എന്റെ മകൻ എനിക്ക് നഷ്ടാകുമോ? 32 കൊണ്ടുപോകുന്നാണ്. എവിടെ കൊണ്ടാണ്? കൊണ്ടുപോകുന്നില്ല, എവിടേക്കും കൊണ്ടുപോകണില്ല. നിങ്ങൾ എത്ര മാത്രം ആലോചിച്ചാൽ മതി. അപ്പൊ കല്യാണം കഴിയുന്നതിന്റെ മുമ്പാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ടാകാം. പക്ഷെ കല്യാണം കഴിയുമ്പോൾ അത്ര തന്നെ ചെയ്തു തരാൻ കഴിയില്ല. കാരണം എന്താ? അതേ സ്ഥലത്തേക്ക് അതേ സമയത്തേക്ക് വേറെ ആള് വരികയാണ്. ഈ വേറെ ആളാരാ? ഈ ആളാരാ? എന്തെല്ലാം ബാധ്യതകൾ നിങ്ങളുടെ മകൻക്ക് നിങ്ങളുടെ മരുമകളോട് ചെയ്യാനുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാണ്ട്. അതൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും മുൻപ് ചെയ്തെന്ന് അത്രയും ചെയ്യാൻ കഴിയൂല.
ഇതൊരു പ്രാപഞ്ചിക സത്യല്ലേ? അതിന് ഇങ്ങനോട് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ വിവാഹം കഴിഞ്ഞു ആദ്യ സമയത്ത് ഉണ്ടാകുമ്പോൾ ഒരു ഇണയും തുണയും തമ്മിലുള്ള ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സമയം കിട്ടും, ഒരുപാട് സ്നേഹപ്രകടനങ്ങളൊക്കെ ചെയ്യാൻ സമയം ഉണ്ടാകും. പക്ഷെ ഒരു കുട്ടി വന്നാലോ ആ കോളിങ്ങിന്റെ സമയം കഴിയും, അതിന് കുറവുണ്ടാകും. രണ്ടാമത്തെ ഒരാൾ വന്നാലോ പിന്നെയും കുറച്ച് കുറയും. ഇത് ബോധപൂർവമല്ല, ഇതൊരേ സമയമുള്ള അവിടെ വ്യക്തികൾ കൂടുമ്പോൾ, മെമ്പേഴ്സ് കൂടുമ്പോൾ ഇത് ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ. ഇത് അങ്ങനെ മനസ്സിലാക്കിയാൽ പോരെ. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, അടിസ്ഥാനപരമായിക്കൊണ്ടൊരു മകനിൽ നിന്നും കിട്ടേണ്ട കാര്യങ്ങൾ, കടമകൾ എനിക്ക് കിട്ടുന്നുണ്ടോ, അവൻ എനിക്ക് തരേണ്ട കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? അൽഹംദുലില്ലാഹ് ഖൈർ എന്ന് പറയാം അല്ലേ? അവര് എപ്പോ പുറത്തു പോകുമ്പോഴും ഞങ്ങളും കൂടെ ഉണ്ടാകണം പറഞ്ഞ് നടക്കോ? ഇല്ല. എന്ന് ഞങ്ങളെ കൊണ്ടുപോകണ്ടോ? എന്റെ മകൻ ഓക്കെയാണ്, അവന് ഞങ്ങളെ കൊണ്ടുപോകണെടുത്ത് ഞങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്, അവര് തമ്മിൽ പോകുന്നിടത്ത് അവര് തമ്മിൽ പോകുന്നുണ്ട്. അതൊക്കെ സുഹൃത്തുക്കളെ കണ്ടറിയാന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ ഒരു നിലവാരത്തിലേക്ക് ഉയരാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, മരുമകളോട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. സ്വന്തം ഉമ്മാനെ കാണുന്ന പോലെ കണ്ടാൽ മതി, എല്ലാത്തിനും പരിഹാരമായി. സ്വന്തം ഉമ്മാനെ കാണുന്ന പോലെ കണ്ടാൽ മതി. ഉമ്മാനെ കാണുമ്പോൾ എന്താ ഉണ്ടാകുക? ആദരിക്കണം. വയസ്സിന് മൂത്തിൽ 1 വയസ്സാണ് കൂടുതലെങ്കിലും അവനെ ആദരിക്കണം എന്നാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്. മല്ലം യുവക്കിർ കബീറന ലൈസ മിന്നാ എന്ന് പറഞ്ഞു. നമ്മുടെ കൂട്ടത്തില് പ്രായം കൂടുതലുള്ള ആളുകളെ ബഹുമാനിക്കാത്തവർ, ആദരിക്കാത്തവർ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഒരു മരുമകൾക്ക് എങ്ങനെയാണ് അമ്മായിമ്മയെ ആദരിക്കാതിരിക്കാൻ കഴിയുക, ബഹുമാനിക്കാതിരിക്കാൻ കഴിയുക? പിന്നെ ഇന്നലെ വരെ ഉണ്ടാകാത്തൊരു ഭർത്താവ് ഇന്നലെ കിട്ടിയ പെങ്ങൾക്ക് അത് എവിടെ നിന്നുണ്ടായതാ? അതാ ഉമ്മാന്റെ സേവനമാണ്, അതാ ഉമ്മാന്റെ കഠിന പരിശ്രമമുണ്ട്. ആ ഉമ്മാന്റെ കൈയൊന്നും ഇങ്ങനെ എടുത്തു നോക്കിയും അവിടെ കുറച്ച് തഴമ്പുകൾ കാണാം. അത് നിങ്ങളുടെ ഭർത്താവിനെ ഇങ്ങനെ ഒരാളാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതിന്റെ അടയാളമൊക്കെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊരു ഭർത്താവിനെ നൽകിയത് ഈ ഉമ്മയാണല്ലോ എന്ന് നൽകിയിട്ട് സുഹൃത്തുക്കൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ഉമ്മാനോട് സേവനം ചെയ്യാനും അവരെ ബഹുമാനിക്കാനും ആദരിക്കാനും ഒക്കെ ഒരു മരുമകൾക്ക് കഴിയുന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരു ഉമ്മനെ പോലെ കണ്ടുകഴിഞ്ഞാൽ മറ്റൊരു മെച്ചെന്താ? ഇപ്പൊ പലപ്പോഴും എന്താ വെച്ചാല് ഒരു ഉമ്മ തിരുത്തുന്ന അതേ വാക്ക് അല്ലെങ്കിൽ അതേ സംഗതി അമ്മായിമ്മ തിരുത്തിയ പ്രശ്നമാണ്. രണ്ടാളും പറഞ്ഞത് ഒന്നാണ്, പക്ഷെ ഈ തിരുത്തിയത് ഉമ്മയായപ്പോ ഒരു പ്രശ്നമല്ല. പക്ഷെ അതേ സംഗതി അതേ തെറ്റ് ചൂണ്ടിക്കാണിച്ച അമ്മായിമായതുകൊണ്ട് പ്രശ്നം. അതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട പിന്നെ മരുമകളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് സ്വന്തം ഉമ്മാനെ പോലെ കാണാന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന് സഹോദരിമാരെ, വീട്ടുകാര്യങ്ങൾ പരമാവധി സഹകരിക്കുക എന്നുള്ള നല്ല മരുമകളുടെ വല്ലാത്തൊരു അടയാളാണ്. വീട്ടുകാര്യങ്ങളിൽ സഹകരിക്കുക. ചില മരുമക്കളെങ്കിലും ശ്രദ്ധിച്ച കൊണ്ടുനടക്കുന്ന കാര്യം ഇതൊന്നും എന്റെ ഉത്തരവാദിത്തമല്ല എന്നുള്ളതാണ്. അങ്ങനൊന്നുമില്ല, ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ്. എല്ലാം പോലെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, കഴിയണത്ര ചെയ്താൽ മതി. അപ്പൊ നിസ്കാരത്തിന്റെ വിഷയത്തിൽ പത്രമല്ലേ ഉള്ളൂ, കഴിയണ പോലെ നിർവഹിക്കാൻ പറ്റുള്ളൂ അല്ലെ? ഒരാൾക്ക് നിൽക്കാൻ കഴിയില്ല, ഇരുന്നാ മതി. അതേപോലെ തന്നെ ഈ വിഷയത്തിലുണ്ട്. അപ്പൊ കഴിവിന്റെ പരമാവധി വീട്ടുകാര്യങ്ങളിൽ സേവനം ചെയ്യുക എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ. അതേപോലെ തന്നെ അവർക്കും സേവനം ചെയ്തു കൊടുക്കുക, പ്രത്യേകിച്ച് വാർദ്ധക്യമാകുമ്പോൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ? അത് വല്ലാത്തൊരു സേവനമായിരിക്കും. പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്, ഒന്നും അവരിൽ നിന്നും പ്രതീക്ഷിച്ചിട്ട് ചെയ്യരുത്. പ്രത്യേകിച്ച് വയസ്സായ ആളുകളെ പരിചരിക്കുന്നിടത്ത് നമ്മൾ എന്തെങ്കിലും തിരിച്ച് നാം ചെയ്യുന്ന ചൂടേറിയ സേവനങ്ങൾക്ക് അതേ നാണയത്തിൽ ഒരു നന്മയോ ഒരു ശുക്രന്റെ വാക്കോ പ്രതീക്ഷിച്ചാൽ നമുക്ക് തെറ്റി, അത് കിട്ടിക്കൊള്ളുന്നില്ല. പ്രത്യേകിച്ച് പ്രായമായ ആളുകൾ എന്താ പറയണേ ഏതാ പറയുന്ന ഒരു പിടുത്തം ഉണ്ടാവില്ല. അതൊരു പരീക്ഷണമാണ് സഹോദരിമാരെ. അതുകൊണ്ട് എല്ലാം റഹ്മാനായ റബ്ബിലേക്ക് വിട്ട് അവർക്ക് പരമാവധി സേവനം ചെയ്തു കൊടുക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരുക എന്നുള്ളതാണ് പറയുന്നത്. എന്തിനെന്നറിയോ? പടച്ചോ നമുക്കൊരു ആയുസ് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ചോര നീരക്കൊണ്ട് പറ്റുമ്പോൾ നമ്മൾ ഇവിടെ തന്നെയാണ് പോകാനുള്ളത്. ഇന്ന് നമ്മൾ എന്താണ് കൊടുത്തത് അതാണ് നാളെ നമുക്ക് കിട്ടാനുള്ളത്. ഇന്ന് നമുക്ക് ഒരു അമ്മായിമുണ്ട്, അവര് നമ്മൾ നന്നായിക്കൊണ്ട് സേവനം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാലോ. ഞാനൊരാളെയും പ്രയാസപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് റബ്ബ് അതിനോടൊരു നന്ദി ആയിക്കൊണ്ട് എന്താക്കും, അതിലൊരു പ്രതിഫലമായിക്കൊണ്ട് ദുനിയാവിൽ എനിക്ക് ഒരാളെ തരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാലോ. അല്ലെങ്കിൽ ഇത് വെച്ച് പടച്ചോണ്ട് ചോദിക്കാലോ. അത് മാത്രം പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം. എന്താണെന്നറിയോ? ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രിയപ്പെട്ടവരെ ഊതി ഒന്ന് വീർപ്പിക്കാതിരിക്കുക. പലപ്പോഴും അതാണ് ഉണ്ടാകല്. ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും രണ്ടു കൂട്ടർ അതാ പറയുക. രണ്ടു കൂട്ടരോടും പറയാനുള്ളത് തന്നെയാണ്. രണ്ടു കൂട്ടരോടും ഒരുമിച്ച് പറയാനുള്ളത് തന്നെയാണ്. അമ്മായിമ്മയോടും മരുമകളോടും ഒരുമിച്ച് പറയാനുള്ളത് തന്നെയാണ്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തുനിന്നിട്ട് അതിങ്ങനെ ഊതി വീർപ്പിച്ച് പർവ്വതീകരിച്ചൊരു സ്ഫോടനത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ പരസ്പരം നന്നായിക്കൊണ്ട് സഹകരിക്കണം. ഞാൻ ഒന്നും കൂടി വിശദീകരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു അമ്മായിമ്മയും വിചാരിക്കരുത് ഒരു മരുമകളോട് കൊണ്ടുവരുമ്പോൾ എന്റെ എല്ലാ പണിയും കഴിഞ്ഞു, എന്റെ വീട്ടിലത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു, ഇനി ഞാൻ റിട്ടയർഡ് ലൈഫിലേക്ക്. അങ്ങനൊന്നുമില്ല.
അതൊരു സഹായിയാണ്. പിന്നെന്താ, ഇതുവരെ ചെയ്ത എല്ലാ പരിപാടികളും സുപ്രഭാതവും നിർത്തിയിട്ട് ഇനി തന്റെ ഭർത്താവിന്റെ അടിവസ്ത്രം പോലും മരുമകളെ കൊണ്ട് കഴിയിപ്പിക്കുന്ന കുടുംബങ്ങളുണ്ട്. എത്ര മോശമാണ് സഹോദരന്മാരെ, എത്ര മോശമാണ്, എത്ര മോശമാണ്. നമ്മുടെ ആയുസ് അവസാനിക്കും മുമ്പ് നമ്മുടെ ആരോഗ്യം ഇല്ലാത്തൊരു കാലത്ത് ഓക്കെ, പക്ഷെ ഇന്നലെ വരെ ചെയ്തു. എന്താ പറഞ്ഞ് നിർത്താനുള്ള കാരണം എന്താ? എന്റെ മകള് വേറെ ആളെ കൊണ്ടുവന്നു, അതൊരു കാരണമാണോ? അതൊരു കാരണമല്ലല്ലോ. നമ്മളെന്നൊരു വ്യക്തി വേറൊരാൾക്ക് ഒരു ഭാരമാകുന്ന സാഹചര്യം ഉണ്ടാകരുത്. അപ്പൊ എന്താ വേണ്ടത്? ഒരു വീട്ടുണ്ടോ, വീട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് വീതം വെച്ചെടുക്കുക, ഒരു അമ്മായിമ്മക്ക് പറ്റുന്ന പണി അവരെടുക്കുക, ഒരു മരുവളെ കൊണ്ടുവരുന്ന അവരെടുക്കുക. സ്നേഹിച്ചും സഹകരിച്ചും മിണ്ടിയും പറഞ്ഞും അടുക്കളയെന്നും എത്ര ഏരിയയിലെ പോലും ഉണ്ടാകുക അല്ലെ? എത്ര ചെറിയൊരു ഇട്ടാവട്ടത്തിലെ പരിപാടി പോയി പറയണത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വീട്ടിലെ കാര്യങ്ങളെല്ലാം പരസ്പരം സഹകരിച്ച് ഒരുപോലെ കൊണ്ടടക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു നിസ്സഹകരണം വന്നാൽ, അമ്മായിമ്മയോട് മരുമകളോടാണ് പറയണത്, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലേ അതിന്റെ ഇടയെ കടന്നിട്ട് അടങ്ങാറാണ് ഒരു മനുഷ്യണ്ട്, അതൊരാണാണ്. മൂപ്പർക്ക് നിങ്ങളെയും തട്ടാൻ പറ്റൂല, ഭാര്യനെ അടങ്ങറാക്കാൻ പറ്റൂല. എന്നിട്ട് അതിന്റെ ഇടയെ കടന്ന് വീർപ്പ് മുട്ടാണ്. ഒരു ഉമ്മാനോട് മക്കൾ എന്തിനാ ചെയ്തെന്ന് ഒരു മകൻക്ക് പറയാൻ കഴിയൂല, എന്ന ഭാര്യനെ ഒഴിവാക്കാൻ പറ്റൂല. അപ്പൊ എന്താണ് പടച്ചോൻ ഞാൻ ഈ ഒരു സമയത്ത് നിലപാടെടുക്കേണ്ടത് എന്ന് അറിയാതെ വിഷമിച്ച് ആത്മഹത്യ വരെ ചെയ്തു പോയ ആളുകളുണ്ട്. അപ്പൊ ചില്ലറ വിഷയം ആലോചിക്കുക, എന്താണ് വിഷയം? ഒന്നുമില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ ഊതി വീർപ്പിച്ചൊരു പ്രശ്നമാക്കിയതാണ് പ്രശ്നം. അതുകൊണ്ട് പൊന്മുട്ടയിടുന്ന താറാവിനെ അറക്കലല്ല ബുദ്ധി, അതിനെ പോറ്റലാണ്. അതെല്ലാവരും മനസ്സിലാക്കിയാൽ മതി. പൊന്മുട്ടയിടുന്ന താറാവിനെ അറുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടു കിട്ടും, നമ്മളൊരു കഥയിൽ പറയാലോ അല്ലെ? അതിനെ അറക്കലല്ല, അതിനെ പോറ്റലാണ് ബുദ്ധി. അതുകൊണ്ട് എല്ലാവരും ആ നിലക്ക് ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഉമ്മാക്കൊരു മകനെ നഷ്ടപ്പെടൂല. അതല്ല അമ്മായിമ്മ പോരിലൂടെ ഇങ്ങനെ പ്രയാസപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ഉമ്മാക്കൊരു മരുമകളെ മാത്രമല്ല നഷ്ടപ്പെടുക, ഒരു മകനെയും കൂടി നഷ്ടപ്പെടും. അതില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാനിപ്പിക്കുമ്പോൾ സുഹൃത്തുക്കളെ പറയാനുള്ളത്, അമ്മായിമ്മയും മരുമകളും പരസ്പരം എതിരാളികളല്ല, ഒരു കുടുംബത്തിന്റെ ശക്തമായ രണ്ട് തൂണുകളാണ്. ആ തൂണുകളിൽ നിന്നുള്ള തണലാണ് അവിടെയുള്ള ആണുങ്ങൾ അനുഭവിക്കുന്നത്, പ്രത്യേകിച്ച് ആ മകൻ അനുഭവിക്കുന്നത്, ആ ഭർത്താവ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തിരിപ്പോതൊരു ലോകത്തില് ഇത്തിരിപ്പോതൊരു ആയുസ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സ്വസ്ഥയും സമാധാനവും നഷ്ടപ്പെടുത്തി അവനവൻ ചെയ്തു വെച്ച അമലുകൾ മുഴുവനും ബാക്കിയുള്ളവരുടെ കണ്ണീര് കാരണം ഇല്ലാതെയാക്കണ്ട. അതുകൊണ്ട് ചെയ്തു വെച്ച അമലുകളോട് എന്തെങ്കിലും ഒരു ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഈ പറയപ്പെട്ട എന്റെ പെരുമാറ്റത്തിലെ ദൂഷ്യം കാരണം നഷ്ടപ്പെടരുത് റബ്ബേ. അതുകൊണ്ട് എന്തൊക്കെ പെരുമാറ്റ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് എനിക്ക് നീ അറിയിച്ചു തരണേ എന്നൊരു പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് പോയിക്കാളി. അതായിരിക്കും നമുക്ക് എല്ലാവർക്കും നല്ലത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല നിലക്കൊരു കുടുംബത്തെ കെട്ടിപ്പടുത്ത് സ്നേഹിച്ചും സഹകരിച്ചും വിട്ടുവീഴ്ചയിനടുത്ത് അങ്ങനെയൊക്കെ ചെയ്തും ചിലതൊന്നും കണ്ടില്ലെന്ന് നടിച്ചും പുറത്തു കൊടുത്തും ഭയങ്കര നസീഹത്തോടുകൂടെ ഗുണകാംക്ഷയോടുകൂടെ തെറ്റുകളൊക്കെ തിരുത്തി കൊടുത്ത് നന്മകൾക്ക് ഉപദേശിച്ചും നല്ല നിലക്ക് സ്വർഗത്തിലും ഒരുമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബത്തെ കൊണ്ടുപോകണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.